ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്തെടുക്കുക, സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണമെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ചേട്ടൻ ചിക്കൻ കറി അടുക്കളയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്തായത് നോക്കാം. ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല. ചിക്കൻ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ ഉണ്ടാക്കാന്നുള്ള നിലയ്ക്ക് നിന്നിരുന്ന കേട്ടോ. നീതുവിനോടൊക്കെ ചോദിക്കായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കുക കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊരു തോന്നൽ. അന്ന് ബീഫ് ഉണ്ടാക്കിയപ്പോഴും വലിയ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ പാവം ചേട്ടൻ നമ്മൾ കഴിച്ചു. ചേട്ടനോട് ഞാൻ വെറുതെ ചോദിച്ചു, ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ, ടേസ്റ്റിൽ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. ചേട്ടൻ കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് കുറേ ആയില്ലോ. ചേട്ടനാ ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ എല്ലാം കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇനി പണ്ടൊക്കെ ഉണ്ടല്ലോ ചേട്ടൻ ഇങ്ങനെ കിച്ചണിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ മസാല, അതായത് ചിക്കൻ മസാല എവിടെ, ഗരം മസാല എവിടെ, അതെവിടെ ഇതെവിടെ എന്നൊക്കെ ചോദിക്കും. ഇപ്പം ഞാൻ എല്ലാ മസാലയും കൂടിയിട്ട് ഒരു പാത്രത്തിലെല്ലാം ആക്കി വെക്കണം, മസാല ടിൻ. അപ്പോൾ ഇതാ അവിടെ ഇരിക്കണത് കേട്ടോ. അപ്പോൾ അതുള്ളതുകൊണ്ട് ചേട്ടൻ അധികം ചോദിക്കേണ്ടി വന്നില്ല. ആകെ മാറ്റിയെടുക്കേണ്ടി വന്നത് ചിക്കൻ മസാല മാത്രമാണ് കേട്ടോ. പിന്നെ ചേട്ടൻ വേറെ മസാല മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കവറിലുണ്ടായിരുന്നില്ല, വണ്ടിയിലെ സീറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. പാവം മറന്നു പോയി. എന്നിട്ട് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു അത് ഉണ്ടായിരുന്നില്ല ഇതിലെന്ന്. എന്നിട്ട് സമ്മതിക്കണില്ല. പിന്നെ ചേട്ടൻ ഓർമ്മ വന്ന് വണ്ടിയിൽ പോയി നോക്കിയപ്പോഴാട്ടോ മനസ്സിലായത് അതിലായിരുന്നു എന്ന്. ഞാനുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ക്ഷീണം, വെറുതെ ഇരുന്ന് ക്ഷീണിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചേട്ടനും കൂടി നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന്. നീരമാണ് നാരങ്ങ വെള്ളത്തിൻ്റെ മെയിൻ ആൾ, നാരങ്ങ സർബത്ത് കേട്ടോ. അപ്പോൾ നീരവില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നീരവന് ഓർമ്മ വരും. കാരണം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴേക്കും ഓർമ്മ വരാറുണ്ട് കേട്ടോ. അങ്ങനെയെന്ന് പറയാം. അങ്ങനെ ചേട്ടനെ കൊണ്ട് അവിടെ ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിവിടെ വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കുക കേട്ടോ. നീ എന്നോട് പറയാതെ ബിരിയാണി കൂടി വെച്ചോന്ന്. പക്ഷേ വെക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷേ കുറേ ഇൻഗ്രീഡിയൻസ് മിസ്സിങ് ആയിരുന്നു, പട്ട ഗ്രാമ്പൂ അതൊക്കെ. അതുകൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കണം എന്നൊക്കെ നീതുവിനോട് പറഞ്ഞെങ്കിലും ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. നീരവ് സ്കൂളിലേക്ക് പോയി. അതാണ് അവൻ്റെ ഒരു അനക്കല്ലാത്ത. ഞാൻ 2 ദിവസത്തെ പാർട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായ വീഡിയോ. കൈ ചിക്കൻ കടയിൽ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ തൽക്കാലത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചു. കാരണം അവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. ആ പാത്രം പിക്കാനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കട്ടെ എന്ന് വെച്ചിട്ടേ. പിന്നെ ചേട്ടനെ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. ചേട്ടൻ പറയുന്നത് ഞാൻ ഇപ്പോൾ ഷർട്ട് ഇടാണ്ട് വെക്കുമ്പോൾ നീ വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു ചേട്ടൻ ഷർട്ട് ഇടാണ്ടിരുന്ന വീഡിയോയിൽ ഇപ്പോൾ വൈറലായത് 3 ലക്ഷം പേര് കണ്ടോട്ടോ നമ്മുടെ ഷോർട്സ്, ഇൻസ്റ്റഗ്രാമിലത്തെ വീഡിയോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എത്ര കാലമായി ഞാൻ തുടങ്ങിയിട്ട് ഒരു വീഡിയോ എടുക്കൽ. വന്നിട്ട് ഇപ്പോഴാണ് ഒരു വീഡിയോയെങ്കിലും 1 ലക്ഷം പേര് കണ്ടത്. എന്നാലും ഭയങ്കര സന്തോഷം. എന്താ പറയുക, ഒരുപാട് ഇത് എന്താ പറയുക കഷ്ടപ്പെട്ടിട്ട് പിന്നെ അതിന് കുറച്ച് നാൾ വൈകിട്ടാണെങ്കിലും ഒരു റിസൾട്ടെങ്കിലും കണ്ടല്ലോ. എല്ലാവരും സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നേരെയാവില്ല, ഞാൻ രക്ഷപ്പെടില്ല. ഞാൻ ഇതേപോലെ 3-4 വെറുതെ എങ്ങനെ ഇട്ടിട്ട് പോവായിരുന്നു. പക്ഷെ തീരെ പ്രതീക്ഷിക്കാണ്ട് തന്നെ ആ പെട്ടി പൊട്ടിക്കണ വീഡിയോ തന്നെ വൈറലായി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കഴിഞ്ഞ വർഷം ഇതേപോലെ പെട്ടി പൊട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ചോക്ലേറ്റ് അതും ഇതൊക്കെ. ഇപ്രാവശ്യം ചേട്ടാ അധികം ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവന്നില്ല കേട്ടോ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല എന്ന്. പിന്നെ ഞാൻ പറഞ്ഞു ചോക്ലേറ്റിലാണ് ചേട്ടൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമം. അതെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ടാണ് വിചാരിക്കുന്നത്. ചേട്ടൻ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നോട് അതൊന്നും മേടിച്ച കാര്യം പറഞ്ഞു തരുന്നില്ല. നീരവിന് ഓരോന്ന് മേടിച്ച കാര്യം ടോയ്സൊക്കെ മേടിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു തരുന്നു. അതൊക്കെ കാണിച്ചു തന്നു കിടന്നു. എനിക്കെന്ത് മേടിച്ചാലും അത് പറയൊന്നുമില്ല കേട്ടോ. 20 kg മാത്രമേ ഉള്ളൂ കേട്ടോ ചാനൽ കൊണ്ടുവരാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചാനലിൻ്റെ ഡ്രസ്സ് തന്നെ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ നീരവിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു വെയിറ്റ്. അപ്പോൾ തന്നെ 20-ന് മേലെ ആയിരുന്നു. പിന്നെ ചേട്ടൻ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ഒരു 10 kg കൂടി കൂടുതൽ മേടിച്ചു കേട്ടോ ലാസ്റ്റ്. അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുവന്നത്. അത്യാവശ്യം എന്ന് പറയാൻ അധികമൊന്നുമില്ല. സത്യം പറയാലോ, ദുബായിക്കാരുടെ സ്ഥിരം പരിപാടിയാണ് സപ്ലൈ ചെയ്യൽ. അതായത് പൈസ കൊടുത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കുക, എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ചേട്ടൻ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ അത് മാത്രമേ ചേട്ടൻ കൊണ്ടുവരാറുള്ളൂ. ചേട്ടൻ അല്ലാണ്ട് കുറേ സാധനങ്ങൾ മറ്റുള്ളവർക്ക് എന്തിനാ കൊടുത്തിട്ട് നമുക്കും അങ്ങനെ ആരും തരാറൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ആരും തരാറില്ല എന്നല്ല, നമുക്ക് തരണവർക്ക് നമ്മളും കൊടുക്കും കേട്ടോ. അങ്ങനെ നന്ദിയില്ലാത്ത സ്വഭാവം എന്നല്ല, എങ്കിലും അങ്ങനെ കുറേ ആർഭാടം കാണിക്കണമെന്ന് ഞാൻ വലിയ താല്പര്യമില്ല കേട്ടോ. കുറേ പേര് അതും പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെന്താ ചെയ്യുക, നമ്മുടെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, ഒന്നും ഇല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക. അതുകൊണ്ട് കുറേ പേര് ആ ഒരു കാര്യത്തിലായാലും നമ്മളോട് മുഖത്ത് അടിച്ച പോലെ ചോദിക്കുകയും ചെയ്തു കേട്ടോ. 3-4 പേര് എന്നോട് ചോദിച്ചു കേട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇതുവരെ ചോക്ലേറ്റ് ഒന്നും കിട്ടിയില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഇതായിരുന്നു സംഭവം.
സംഭവം അധികം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോന് നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റും. എൻ്റെ മോനുള്ളത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടാണ് ബാക്കി ആർക്കായാലും ഞാൻ കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെയെന്ന് പറയാം, നമ്മൾ പെട്ടി പൊടിക്കണ വീഡിയോ പരമാവധി ഞാൻ കാണിക്കാറില്ല. വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ അവസ്ഥ. ഓരോരുത്തരുടെ മുഖ പൊളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും ഗായ്സ്. ഇതിപ്പോൾ ദുബായിക്കാരുടെ ഭാര്യമാർക്ക് അറിയാം, ഇനി എന്തെങ്കിലും കൊടുത്താൽ തന്നെ ഇത്ര ഉള്ളൂ എന്നൊരു ചോദ്യം വരും. അങ്ങനെ ഉണ്ട് കേട്ടോ ചിലവർ. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനും കുറ്റം കണ്ടുപിടിക്കും. ഞാനതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ സമയത്ത് ഒരു വിഷമം അത്രയൊക്കെ തന്നെ. എന്ത് ചെയ്യാനാ? പക്ഷേ എനിക്ക് നല്ല സന്തോഷം കേട്ടോ. എനിക്ക് ഇതെങ്ങനത്തെ തരം എൻ്റെ ഭർത്താവെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെയെന്ന് പറയായിരുന്നു. പിന്നെ ചേട്ടൻ്റെ ചിക്കൻ കറീനെ പറ്റി പറഞ്ഞില്ലല്ലോ. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നേരം അത് ഇങ്ങനെ ചട്ടിയൊക്കെ നക്കി തുടച്ച് ശരിയാക്കി കൊടുത്തു. ചേട്ടനോട് കുറേ പറയുകയും ചെയ്തു, ചേട്ടൻ്റെ ചിക്കൻ കറി സൂപ്പറാണ്, ഞാൻ എങ്ങനെ വെച്ചാലും ഇത്ര ടേസ്റ്റ് ആവാറില്ല, പിന്നെ നല്ല ചുമന്ന കറിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ചായയിൽ മധുരയിൽ ചായയിൽ കാപ്പിയിൽ ചായ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ് ഇട്ട്. എന്താ അറിയില്ല, ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത പോലെ ചില സമയത്ത്. പെർഫ്യൂമുകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ചേട്ടൻ കൊണ്ടുവന്നത് ചേട്ടൻ തന്നെ തിരിച്ചു കൊണ്ടുപോകുകയും ചെയ്യും. ഈ നീലൊക്കെ ചേട്ടൻ തിരിച്ചു കൊണ്ടുവന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം പെർഫ്യൂമാണ് കേട്ടോ, ഓരോരോ ഫ്ലേവറുകളാണ്. എനിക്ക് ഈ ഊതിൻ്റെ സ്മെല്ലൊന്നും വലിയ ഇഷ്ടമില്ലാത്ത. അതൊക്കെ ഇങ്ങനെ ആണുങ്ങൾക്കാവും തോന്നുന്നു അതിൻ്റെയൊക്കെ സ്മെല്ല് വലിയ താല്പര്യം. എനിക്കിങ്ങനെ നൈസായിട്ടുള്ള സ്മെല്ലാണ് ഇഷ്ടം. ഇതിൽ 3-4 അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയെന്ന് പറയാണ്. പിന്നെ ഓരോ ഫ്ലേവറുകളാണ്, എല്ലാം കൂടി അടിക്കുമ്പോണ്ടല്ലോ നല്ല മണമാണ്. കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യുമോ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഉച്ചയാകുമ്പോഴേക്കും മണമൊക്കെ പോവും. വന്നു കഴിഞ്ഞാൽ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഇത് പകുതി മുക്കാലും തീർക്കുക. ഞാൻ അങ്ങനെ അടിക്കണ കൂട്ടത്തിലല്ല. നീരവനെ അങ്ങനെ അടുപ്പിക്കാറൊന്നുമില്ല കേട്ടോ. പെർഫ്യൂം ഉണ്ട് എന്നുള്ള പേരിൽ ഞാൻ അങ്ങനെ അടുപ്പിക്കാറില്ല. ഞങ്ങൾ ബോഡി ലോഷൻ ഇല്ലേ, അതൊന്നും അങ്ങനെ തേക്കാറില്ല. ഇവിടെ ഇല്ലാണ്ടല്ല, തേക്കാറില്ല. കാരണം ഇതൊക്കെ കെമിക്കലല്ല, അത്ര നല്ല കാര്യമൊന്നുമല്ലല്ലോ. ഇതിലെന്തൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിന് ഭേദം മര്യാദക്ക് എണ്ണ തേച്ച് കുളിച്ചാൽ മതി ഇതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പം നമ്മളങ്ങനെ കുറേയൊന്നും അങ്ങനെ തേക്കാറില്ല, ആവശ്യത്തിന് മാത്രം. പുറത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ബോഡി ലോഷൻ കൈമീൻ കാലുമീൻ തേക്കുക, അത്രയൊക്കെ തന്നെ. അതാണ് മെയിൻ കാര്യം. ഞാൻ അധികം ഒന്നും ഉപയോഗിക്കില്ല. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതും കൂടിയേ കൊണ്ടുവരുള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടനും നീരവും കൂടിയിട്ട് പള്ളത്തേക്ക് പോവുക. ചേട്ടൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ക്ലബിലേക്കും ഒക്കെ ആയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പം അങ്ങനെ പോണ കൂട്ടത്തിൽ വീട്ടിലേക്കൊക്കെ പോയി 2 വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരാം. സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിളക്ക് വയ്ക്കാനുള്ള തിരക്കിലുമായിട്ട് അടിച്ചു വാരിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വീഡിയോസ് പെൻഡിങ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തു കേട്ടോ. ഏഴ് മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഉണ്ടല്ലോ ഒരു യോഗയുടെ ഒരു ഇന്റർനാഷണൽ ഡേ വരുന്നില്ലേ 21-ാം തീയതി. അപ്പം അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഒരു ലൈവ് ഉണ്ട് കേട്ടോ. അതായത് ഇന്ന സമയത്തൊക്കെ ഉണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിന്നസ് റെക്കോർഡിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും കേട്ടോ. ചിലർക്ക് അറിയണ്ടാവും, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് കേൾക്കണത്. അപ്പം ഞാനതൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കി. 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നുണ്ട്. 6 മണി 6:30 ആകുമ്പോൾ കേട്ടോ. അങ്ങനെയെന്ന് പറയാ. ഇതെൻ്റെ ആമമോദരം ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണം. കുറേ ദിവസമായി ഇത് മേടിക്കണം എന്ന് വെച്ചിട്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മീനു, ആളുടെ കയ്യിലും കൂടി കണ്ടപ്പോൾ എന്തായാലും മേടിച്ചിട്ടേ ഇനി മുന്നോട്ട് പോകുള്ളൂ. അതായിട്ട് എൻ്റെ അവസ്ഥ. അങ്ങനെ ചേട്ടൻ്റെ സോപ്പിട്ട് മേടിപ്പിച്ചു. കറണ്ട് കെട്ടാണ് മക്കളെ. 10 മണി 11 മണിക്കൊക്കെ കെടുക്കണ സമയത്താണ് ഈ കറണ്ട് കെട്ട്. എനിക്ക് നല്ല ദേഷ്യം വേണ്ട, ഒന്ന് സമാധാനമായിട്ട് കെടുക്കാൻ പോകുമ്പോൾ ഒക്കെ അവിടെ ഓഫ് ആവും. ഇവിടെ എല്ലാ വീട്ടിലും ഇൻവെർട്ടർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഫ്യൂസ് പോയ വരെ ചില സമയത്ത് എനിക്ക് സംശയം. ഞാൻ ഉഷി താത്താനെ ഷെറീനെ താത്താനെയൊക്കെ വിളിച്ച് ചോദിക്കുക അവിടെ കറണ്ട് ഉണ്ടോന്ന് കേട്ടോ. അപ്പോൾ ഇവിടെയൊന്നും ഇൻവെർട്ടർ ഇല്ല. പിന്നെ മിന്നാമിനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അതിൻ്റെ കൂട്ടത്തിൽ ചേട്ടാ അവിടെ ഫുട്ബോൾ കളി കാണുന്നുണ്ട് കേട്ടോ. ചേട്ടൻ ഭയങ്കര കട്ട ബ്രസീൽ ഫാനാണ് കേട്ടോ. ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ മിന്നാമിനിങ്ങനെ ഒന്ന് ചവിട്ടി. അപ്പോൾ അത് ചത്തു എന്ന് പറയുന്നു. ചത്തിട്ടൊന്നുമില്ല, ചേട്ടൻ അങ്ങനെ പിടിച്ച് കാണിക്കുന്നുണ്ട്. അതുണ്ടല്ലോ അറപ്പുള്ളവരൊന്നും കേൾക്കണം, ഒന്ന് ഇതാക്കി കളഞ്ഞു കേട്ടോ. അതായത് ഇന്നലെ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ ഒരു പെൺകുട്ടി കേട്ടോ. കുട്ടിയൊന്നല്ല, എന്നാലും ഒരു +2 പ്രായമൊക്കെ കേട്ടോ. ക്ലാസ്സിക്ക് പോകുമ്പോഴേ തേരട്ടാനെ പിടിച്ചിട്ട് കയ്യിൽ വെക്കലും ഡെസ്കിൻ്റെ ഉള്ളിൽ കയറ്റലും അടിയിൽ വെക്കലും കൈമ കൂടെ അരിക്കലും. ഞാൻ +2 പഠിക്കുമ്പോഴേ ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഐശ്വര്യ, അവൾ ഇതേപോലെ ഓരോന്ന് ചെയ്യട്ടോ. എനിക്കില്ലല്ലോ, എനിക്ക് ഭയങ്കര അറപ്പായി സാധനത്തിന്. ചില സമയത്ത് നമ്മുടെ മേത്തൊക്കെ അരിക്കുമ്പോണ്ടല്ലോ ഈശ്വര. ഒരു പ്രാവശ്യം സ്കൂട്ടറിൽ പോകുമ്പോൾ എൻ്റെ റെയിൻകോട്ടുമ്പോൾ കൂടെ മഴ പെയ്യണ സമയത്ത് റെയിൻകോട്ട് കൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറി വരെ അടച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ പറയണ്ട, ചിലപ്പോൾ എല്ലായിടത്തും കൊണ്ട് ഇടിച്ചിട്ട് അങ്ങനെയൊക്കെ ആവും കേട്ടോ. അന്നെന്തോ ബ്രേക്കൊക്കെ പിടിക്കാനുള്ള ഒരു ഇത് കിട്ടി, മാനസികാവസ്ഥ.
അതുകൊണ്ട് പിടിച്ചാലേ വല്ലയിടത്ത് പോയി ഇടിച്ചോളൂ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഇപ്പോൾ ആൺകുട്ടിയാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ നിന്ന് ഒരുപാട് എന്താ പറയുക വലുതായി കഴിഞ്ഞാൽ അങ്ങനെയോ ഇങ്ങനെയോ ഒന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ എൻ്റെ മോനെ വളർത്തണം. അവൻ ഒരു നല്ല നിലയ്ക്ക് എത്തണം, ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മളൊരു നല്ല സ്കൂളിൽ വിട്ട് നല്ല രീതിക്ക് പഠിപ്പിക്കണം. അല്ലാണ്ട് വയസ്സാകുമ്പോൾ എന്നെ നോക്കണം അതിനുള്ള ഇതെന്നൊന്നും പറഞ്ഞിട്ടൊന്നല്ല ഞാൻ വളർത്തണം. അപ്പോൾ നമ്മൾ അധികം മക്കളുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. എന്താ പറയുക, നമുക്ക് ആരോഗ്യം ഉണ്ടാവുക അത്രേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് എൻ്റെ മോന് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും വലുതായി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ യോഗം പോലെ ഇരിക്കണം. നമ്മൾ നല്ലത് ചെയ്യണുണ്ടോ അതിനുള്ളത് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒന്നും ചെയ്യണില്ലെങ്കിൽ അത് പിന്നെ നമ്മുടെ മക്കളല്ലേ, നമ്മളതിനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാ വിഷമങ്ങളും കണ്ടിട്ടല്ലേ വളരണം. നമ്മളധികം പിള്ളേരെ അങ്ങോട്ട് സ്ട്രിക്റ്റോടെ അങ്ങോട്ട് അവരുടെ തലയിൽ കയറി ഇരിക്കാണ്ടിരിക്കുക. എന്താ പറയുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ പഠിക്കുക. അത്യാവശ്യം ഫ്രീഡം കൊടുക്കുക പിള്ളേർക്ക്. അതിപ്പോൾ എല്ലാ പിള്ളേരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്താ എൻ്റെ അച്ഛനമ്മ ഇങ്ങനെയെന്ന് വിചാരിക്കാനുള്ള ഒരു ഇതുണ്ടാക്കാണ്ടിരിക്കുക. എൻ്റെ മോനെ അത്യാവശ്യം ഫ്രീഡമൊക്കെ ഞാനും ചാനലിലും കൊടുക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ വലിയ വർത്തമാനങ്ങൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കൺട്രോൾ കൊടുക്കും. അല്ലാണ്ട് അവരുടെ നെറുകയിൽ കയറി ഡാൻസ് കളിക്കാനൊന്നും ഞങ്ങൾ നിൽക്കാറില്ല. പിള്ളേരാണ് ആൺപിള്ളേരാണ്, വളർന്ന് വരുന്ന സാഹചര്യവും ഒക്കെ അനുസരിച്ചിരിക്കും അവരുടെ സ്വഭാവമായാലും ഭാവിയിലെ കാര്യങ്ങളായാലും. പിന്നെ കുറേയൊക്കെ അവരുടെയും നമ്മുടെയും ഭാഗ്യം പോലെയാണ്. ആരും ഇപ്പം ഞങ്ങളതിനെ ഞങ്ങളുടെ ആൺകുട്ടികളാണ് അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് ശപിച്ചിട്ട് യാതൊരു കാര്യമില്ല. എൻ്റെയും സനേഷേൻ്റെ ഒക്കെ തലവര എന്താണോ അതനുസരിച്ചിരിക്കും. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നൂലപ്പം ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കല്ല് പോലത്തെ നൂലപ്പം കിട്ടും. അതാണ് ഇന്നത്തെ വിശേഷം. ഗ്രീൻ ബീൻസ് കറിയാണ് ഇട്ടുണ്ടാക്കാൻ പോണത്. അപ്പോൾ കുത്തിക്കാച്ചിട്ടുള്ള കറിയാണ്. കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാകും. നൂലപ്പം മാത്രം നല്ല ഫ്ലോപ്പായിട്ടോ. ചേട്ടൻ വന്നപ്പോൾ ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താണ് ചേട്ടൻ നല്ല രീതിക്ക് ഉറങ്ങുന്നുണ്ട്. ഞാൻ കട്ടൻ ചായ ഒന്ന് കൊടുത്തു നോക്കിയിട്ട് അവിടെ വെച്ചോന്ന് പറഞ്ഞിട്ട് വീണ്ടും നല്ല ഉറക്കായി. ഞാൻ വീണ്ടും അതിൻ്റെ ഇടയിൽ പോയിട്ട് എണീപ്പിച്ചിട്ട് കുടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നീരവ് എണീറ്റു. എന്നിട്ട് പിന്നെ വീണ്ടും അച്ഛനും മോനും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നു കേട്ടോ. ഇപ്പം പരമാവധി എരിവൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചേട്ടനും കൂടി ഉള്ളതല്ലേ മധുരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേയൊക്കെ വെക്കാനൊക്കെ മറന്നൂന്നേ. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കല്ലേ വേണ്ട, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടുണ്ടാക്കി പോവും. പിന്നെ വിചാരിക്കും ചേട്ടൻ വരുമ്പോഴാണ് ആകെ ഇതാവുക, അതായത് ടെൻഷനാവുക, ഭയങ്കര സ്ലോ ആവും. കാരണം ഞാൻ ഉണ്ടാക്കണത് ചേട്ടന് പരമാവധി ഇഷ്ടമായില്ലെങ്കിലോ എന്നുള്ളൊരു പേടി. ദേ വന്നിട്ട് ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇഷ്ടമായില്ലാന്ന്. എങ്കിലും എനിക്കൊരു പേടി, ഇഷ്ടമാവാണ്ട് പാവ സഹിച്ച് കഴിക്കുമോ എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു കേട്ടോ. പിന്നെ എൻ്റെ നൂലപ്പം ഒരുവിധം തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പയർ ഉപ്പേരി വയ്ക്കാമെന്ന്. ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൂടി വെച്ച് കഴിഞ്ഞാൽ കാര്യം സെറ്റായിട്ടുണ്ട്. ഇനി അധികം പണിയൊന്നും ഇല്ല കേട്ടോ. ഗ്രീൻ ബീൻസ് കറിയും കൊടുക്കും, പയർ ഉപ്പേരിയും കൊടുക്കും. അങ്ങനെ അപ്പോൾ വേഗം അതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ എൻ്റെ റേഡിയോ കേടായിട്ടാണ്, ഞാൻ പറഞ്ഞില്ല അല്ലേ, എൻ്റെ റേഡിയോ കേടായി. അതിപ്പോൾ അനങ്ങണില്ല. ചേട്ടൻ നേരെയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ റിമോട്ടായാലും നേരെയാക്കി കിട്ടിയിട്ടോ. അതും വേറൊരു സന്തോഷ വാർത്ത. ഞാൻ വിചാരിച്ചത് ഇതൊന്നും ശരിയാവില്ല എന്ന്, പക്ഷേ എല്ലാം ശരിയായി. ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ ടി വി അങ്ങോട്ട് വർക്ക് ചെയ്യാണ്ടായപ്പോൾ. പിന്നെ അങ്ങോട്ട് ശരിയായി കേട്ടോ. പിന്നെ ഇത് പയർ കാച്ചാനുള്ളതാണ്. അപ്പോൾ പയർ ഉപ്പേരി വയ്ക്കാനുള്ള പരിപാടിയാണ്. ഇതിൽ ഞാൻ കുറച്ച് എരിവിട്ടിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ഇല്ലാത്ത പയറായിരുന്നു, അതാണ് ഇന്നത്തെ പ്രത്യേകത. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ വലിയ ഇഷ്ടമായില്ല കേട്ടോ. 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ള പയറും ഉണ്ടായിരുന്നു. സാധാരണ കറക്റ്റ് അളവിന് ഞാൻ എടുത്ത് തീർന്നതാ. എന്താ പറ്റിയെന്ന് അറിയില്ല, പെട്ടെന്ന് അളവൊക്കെ തെറ്റി 1 കിലോന് എന്തോ എടുത്തു തോന്നുന്നു. പിന്നെ നമ്മുടെ ഈ ഫെയറിയുടെ ഈ സംഭവമില്ലേ, ഇത് ഉപയോഗിക്കണവർ പതയുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പതയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇവിടെ മിനിയാനി പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് മേടിച്ച് നോക്കിയത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഈ സംഭവം ലിക്വിഡും പിന്നെ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് തുണിയോളെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ അടിപൊളി നല്ലോണം പതയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ തോന്നുന്നുണ്ട് പാത്രങ്ങൾക്ക്. എണീറ്റ പാടെ പല്ലേപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ടോയ്ലറ്റിൽ കൊണ്ടിരുത്തി. അതൊക്കെ കഴിഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ ചൂടുവെള്ളം കൊണ്ടിപ്പോൾ വരാമെന്ന് പറഞ്ഞു. പാത്രങ്ങൾ ഇത്തിരി ഉണ്ട്, അതൊന്ന് കഴുകി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത്തിരി സമയം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ പോലെ ഡ്രസ്സ് ഇട്ടിട്ടേ, അപ്പോൾ ഒന്ന് മേലെഴുകും മേലെഴുകില്ല കുളിക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് നിൽക്കണത്. ചായ ഇപ്പം തരാട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവന് ഉണക്കമുന്തിരി ഒരു 4 എന്തോ കൊടുക്കാനാണ് പറഞ്ഞേക്കണം. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടു, ഞാനും കൂടി കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടതാട്ടാ. പിന്നെ ഞാൻ കഴിച്ചില്ല, അവൻ തന്നെ കൊടുത്തു. ഇപ്പോൾ ടിഫിനിലേക്ക് ഞാൻ എന്താ അറിയുക കൊടുക്കണത്, ഇതാണ് ഈ
എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ അത്, പിന്നെ അപ്പുറത്ത് അവന് മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, വേറൊരു എന്താ അതിനെ പറയുക, അത് ഞാൻ മറന്നു. ചോറും പയറുപ്പേരിയും ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. പിന്നെ അതേ അച്ഛനും മോനും കൂടി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ബാഗൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകണമെന്ന്. അവർക്ക് അറിയാതൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങോട്ട് പുറകെ വന്നോളൂ ഇത്. എന്നിട്ട് ഇതേവരെ ഇപ്പം നിച്ചുവിൻ്റെയും ഇവൻ്റെ ഒക്കെ സ്കൂൾ ബസ് ഒരേ സമയത്താണ് വരിക കേട്ടോ. അങ്ങനെ അച്ഛൻ കയറ്റി വിട്ടു. അതേ മീനിൻ്റെ തീറ്റയുടെ ഹോളത്തിൽ കൂട്ടിയതുകൊണ്ട് തന്നെ തീറ്റിട്ട് കൊടുത്തപ്പോൾ കുറച്ച് കൂടി. ഞാൻ വാഴട്ട് കണ്ടപ്പോൾ തീറ്റിട്ട് കൊടുത്തിട്ട് മീനോട് ചത്തുപൊന്തി ചെയ്ത് എനിക്കത് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ സിനിമയൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇടയിൽ ഞാൻ എന്തിനാ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റതാ വന്ന് നോക്കിയപ്പോൾ നല്ല മഴ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം അതും നോക്കി നിൽക്കാമെന്ന് കേട്ടോ. പിന്നെ തുണികളൊക്കെ ഒന്ന് മറ്റേ ഇതിൽ ഉണക്കി എടുത്തിട്ടുണ്ടായി. ഇനി അത് സ്റ്റാൻഡിൽ വിരിക്കണം. സനേഷാൻ ഉണ്ടല്ലോ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് പോകട്ടെ അമ്പലങ്ങളിലേക്ക്. അതായത് നാളെ എത്തുള്ളൂ. കൊട്ടിയൂർ, പറശ്ശിനിക്കടവ്, അങ്ങനെ കുറച്ച് അമ്പലങ്ങളിലേക്ക്. അതായത് ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എന്താ പറയുക കളിക്കൂട്ടുകാർ ഇതൊക്കെ പറയില്ലേ. പള്ളത്ത് ചേട്ടൻ്റെ വീട് അവിടെയാണല്ലോ. അപ്പോൾ അവിടെ ക്ലബിലത്തെ ചേട്ടന്മാരും മനുചേട്ടനൊക്കെ ഉണ്ട് കേട്ടോ. മനുചേട്ടനാണ് ഇപ്പോൾ ചേട്ടനോട് പറഞ്ഞത് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഇവരൊക്കെ കൂടി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ 2 മുണ്ടും പിന്നെ തോർത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേഗം കഴുകിയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകി ഉണങ്ങി വന്ന് വിരിച്ചിടാൻ വന്നപ്പോൾ ഈ നേരമായി. ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിരിച്ചിടാൻ മടിച്ചിട്ടേ ഇനിയിപ്പം വിരിച്ചിട്ടിട്ടില്ലേ ചേട്ടനെ ശരിയാക്കും. അതുകൊണ്ട് വേഗം കൊണ്ടുവന്നിട്ട് സ്റ്റാൻഡിൽ വിരിച്ചു കൂട്ടാം. എൻ്റെ തുണികളും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും കൂടി വന്നപ്പോൾ ഡെയിലി തുണിയോട് കഴുകേണ്ട അവസ്ഥയാണ്. മഴയും കൂടി ഉണ്ടായി പറയണ്ട കേട്ടോ. അല്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാം കൂടി അങ്ങനെ വിരിച്ചിട്ടു. ഇത് വലിയ കുഴപ്പമില്ല, വീടിൻ്റെ ഉള്ളിലായതുകൊണ്ട് എന്തെങ്കിലും ഫാൻ ഇട്ടിട്ടില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇപ്പോൾ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ തുണികളൊക്കെ വേഗം വിരിച്ചിട്ടു. ചിക്കൻ വറക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ എന്തോ മങ്കൂസിൻ്റെ എന്തോ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജാതി പടം, ഇംഗ്ലീഷ് പടം. ഇപ്പോൾ ഹോം തിയേറ്ററൊക്കെ വെച്ചിട്ട് നല്ല ഇതിലൊക്കെ കാണലാണ് ഞങ്ങളുടെ പണി കേട്ടോ. അപ്പം ചേട്ടൻ മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു ജാതി ഹൊറർ മൂവീസൊക്കെയാണ് വെക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഫുട്ബോൾ കളി, അതൊക്കെ തന്നെ കേട്ടോ ചേട്ടൻ്റെ പരിപാടിയും. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ പോകാറുണ്ട് ക്ലബിലേക്ക്. ഇപ്പോഴേ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആരും ഇല്ല. അതുകൊണ്ട് മിക്കവാറും ഇവിടെയൊക്കെ തന്നെ കാണും കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ വറക്കുകയാണ്. പിന്നെ ഇപ്പം സമയം എത്രയായിട്ടുണ്ടെന്ന് അറിയോ? ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3 മണിക്ക് ആവാറായി. ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ചില സമയത്ത് ദുബായ് ടൈമാണ് ഗൈസ് ഫോളോ ചെയ്യണത്. അതാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മറ്റേ ഇതിൽ ഈ ചേട്ടനുണ്ടല്ലോ, ഞാൻ ഇരിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിക്കും പേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കാല് മസാജ് ചെയ്ത് തരാനൊക്കെ പറയും. അപ്പം ഞാൻ ആ മടിയിൽ കയറ്റി വെച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ കുനാഫയുടെ ദുബായ് ചോക്ലേറ്റ്, അത് കഴിക്കുകയാണ്. ഞാനും നീരവും കൂടി ഒരു പകുതി കഴിച്ചു. പിന്നെ ഇതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതും സെറ്റായി, അതും കഴിഞ്ഞു എന്ന് പറയാം. എനിക്ക് ഇന്നലെ എന്താ യൂട്യൂബ് ചാനൽ കുറച്ച് പേരുടെ കാണൽ കുറച്ച് കൂടുതലാട്ടോ. അപ്പോൾ ഇതാരുടെ ആ ലൈഫ് സ്റ്റൈൽ വിത്ത് ഷെബി എന്ന് പറഞ്ഞിട്ട് അവരുടെ വീഡിയോ ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അവരെപ്പോഴും വീഡിയോ ഒന്നും ഇടാറില്ല കേട്ടോ. ചില സമയത്ത് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കണതാ, പുതിയ സ്റ്റൈൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലവരുടെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഇനി ചേട്ടാ ഒരു 10 മണിയാകുമ്പോഴാണ് തോന്നുന്നു അങ്ങനെ പോവാട്ടോ. അപ്പം അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.